സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പ്രധാന ക്വസ്റ്റ്യനുകളാണ് വരുന്നത് എന്നൊക്കെ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ ഖുദ് സേ പ്യാർ എന്നുള്ളൊരു കവിതയാണ്. രണ്ടാമതായി സാഫ് സഫായി മേ അവൽ ഗാവ് എന്നുള്ള ഒരു ലേഖനമാണ്. മൂന്നാമത് ഗാന്ധിജി കാ നമക് കഥ എന്നുള്ള ഒരു കഹാനിയാണ്. നാലാമത് ഒരു കവിതയാണ് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഇങ്ങനെ 4 പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ടത്. അതിൽ ഒന്നാമത്തെ പാഠഭാഗം ഖുദ് സേ പ്യാർ എന്നുള്ളൊരു കവിതയാണ്. ശോഭനാഥ് യാദവ് എന്ന് പറയുന്ന കവിയുടെ ഒരു പ്രധാന കവിതയാണ് ഖുദ് സേ പ്യാർ. ഈ ഒരു പാഠഭാഗത്തു നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. വഹ് ദേ സകേ ആഗ് യഹാ ആഗ് സേ ക്യാ താൽപര്യ ഹെ. കവിതയിൽ പറയുന്നുണ്ട് സൂരജ്, അതായത് സൂര്യൻ നമ്മൾക്ക് ആഗ് എന്ന് പറഞ്ഞാൽ തീ, നമ്മൾക്ക് എന്താ തരുന്നത്? തീയാണ്, അതായത് പ്രകാശം. ഇവിടെ ഈ കവിതയിൽ എന്താണ് ആഗ് എന്നുള്ള വേർഡിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ആൻസർ എന്താണ്? സൂര്യൻ നമുക്ക് എന്താണ് തരുന്നത്? പ്രകാശമാണ് തരുന്നത്. രോഷ്നി ദേത്താ ഹെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക രോഷ്നി എന്നതാണ്. രണ്ടാമത് ദരഖ്ത് സേ ആപ്നെ ക്യാ സംജ. ദരഖ്ത് സേ ആപ്നെ ക്യാ സംജ. ഈ ഒരു വേർഡ് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്തിൽ തന്നെയുള്ള വേർഡാണ്. എന്തായിരുന്നു ദരഖ്ത് എന്ന് പറഞ്ഞാൽ? പേട്. പേട് എന്ന് പറഞ്ഞാൽ മരം. മരത്തിൻ്റെ ഒരു സമാനാർത്ഥി ശബ്ദമാണ് എന്ത്? ദരഖ്ത്. അപ്പം ദരഖ്ത് സേ ആപ്നെ ക്യാ സംജ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പേട് എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഒരു കവിതയിൽ നമ്മൾക്ക് 3 പ്രകൃതിയിലുള്ള 3 വസ്തുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂരജ്, ദരഖ്ത്, ബാദൽ. ഇത് നമുക്ക്, അതായത് ഈ ലോകത്തിന് വേണ്ടി, അതായത് ഈ ഒരു ലോകത്തിലേക്ക് എന്തൊക്കെയാണ് തരുന്നത് എന്ന് നമ്മളോടൊരു ചോദ്യമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് കാണാം. ജോഡേ ഓർ വാക്കിലേക്ക് 4 കോളങ്ങളിലായിട്ട് ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ജോഡേ ഓർ വാക്കിലേക്ക്. നമ്മളോട് ഇത് യോജിപ്പിക്കാനും വാക്യങ്ങളായി എഴുതുവാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ ഏതൊക്കെ ശബ്ദങ്ങളാണെന്ന് നോക്കാം. സൂരജ്. സൂരജ് യാനി സൂര്യൻ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. രണ്ടാമത്തെ വേർഡ് പേട്. പേടിന് മറ്റൊരു വേർഡ് കവിതയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ദരഖ്ത്. ആ ഒരു വേർഡ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതാണ്, പേട്. മൂന്നാമതായി പറഞ്ഞിട്ടുള്ള വേർഡ് ബാദൽ എന്നാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. അപ്പം സൂരജ്, പേട്, ബാദൽ എന്നീ 3 വാക്കുകളാണ് ഒന്നാമത്തെ കോളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ദുനിയാക്കോ. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. മൂന്നാമത്തെ കോളത്തിലായി പാനി, ഊർജ, ഫുൽ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ഊർജ എന്ന് പറഞ്ഞാൽ ഊർജം, ഫൂൽ എന്ന് പറഞ്ഞാൽ പുഷ്പം, ഫ്ലവേഴ്സ്. ഇങ്ങനെ 3 വേർഡ്സ് മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ കോളത്തിൽ ദേത്താഹെ എന്നുള്ളൊരു വേർഡാണ് തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 4 കോളത്തിലെ വേർഡുകളും മിക്സാക്കി യോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരിക്കും ആ വാക്കുകൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വേർഡ് സൂരജ് ദുനിയാക്കോ. എന്താണ് തരുന്നത്? സൂര്യൻ ഊർജയാണ് തരുന്നത് അല്ലേ? സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ. സെക്കൻഡ് വൺ പേട്. പേട് എന്താണ് ലോകത്തിന് കൊടുക്കുന്നത്? ഫൂലാണ് അല്ലേ? പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ. തേർഡ് വൺ ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. അങ്ങനെ 3 കോളങ്ങളിലായി തന്നിട്ടുള്ള വേർഡുകളെ നമ്മൾ യോജിപ്പിച്ച് വാക്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതായിട്ട് കവിത ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൂടി പഠിക്കണം? കവിത പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൂടി പഠിക്കും? ആസ്വാദനക്കുറിപ്പ്. മലയാളത്തിൽ നമ്മൾ ആസ്വാദനക്കുറിപ്പ്, ഹിന്ദിയിലാണെങ്കിൽ ആസ്വാദൻ ടിപ്പണി അല്ലെങ്കിൽ ആശയ ലിഖിയെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഖുദ് സേ പ്യാർ എന്നുള്ള കവിതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കവിതയുടെ ആശയം എഴുതൂ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് രീതിയിൽ നമുക്ക് എഴുതാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഖുദ് സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജിനെ ലിഖി ഹെ. ഇവിടെ കവിയെ മെൻഷൻ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് അല്ലേ. കവിത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരെ മെൻഷൻ ചെയ്യണം? കവിയുടെ പേര് പറഞ്ഞു പോകേണ്ടതുണ്ട്. കവിത കാ മുഖ്യ ആശയ് പ്യാർ ഹെ. കവിതയിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന പ്രധാന വിഷയം പ്യാറാണ്, സ്നേഹമാണ്. കവി ചാഹता है कि सूरज अपनी ऊर्जा, पेड़ अपना फूल, बादल अपना पानी प्रदान करके दुनिया में जीवन के आधार बनते हैं. എന്താണ് കവി നമ്മളോട് എന്തൊക്കെ പറയുന്നത്? സൂരജ് എന്താണ് തരുന്നത്? ദുനിയയ്ക്ക് വേണ്ടി, അതായത് ലോകത്തിന് വേണ്ടി എന്ത് തരുന്നു? ഊർജ. ദരക്ത് എന്ത് തരുന്നു? അതായത് പേട്, ഫൂൽ ദേത്താ ഹെ. തേർഡ് വൺ ബാദൽ എന്ത് തരുന്നു? ജൽ ദേത്താ ഹെ. ഹമേ ഭി ഖുദ് സേ പ്യാർ കർനാ ഹെ ഓർ അപ്നാ പ്യാർ ദൂസരോं को देना है. അപ്പോൾ കവി നമ്മളോട് പറയാണ്, നമ്മളും കൂടി എന്ത് ചെയ്യണം? ഖുദ് സേ പ്യാർ കർന, നമ്മൾ സ്വയം സ്നേഹിക്കണം. ഖുദ് സേ പ്യാർ കർന, അങ്ങനെ ഒരു വേർഡിൻ്റെ അർത്ഥം പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്നെ ആപ് സേ പ്യാർ കർന. ഖുദ് സേ പ്യാർ കർന എന്നുള്ള വേർഡിൻ്റെ മറ്റൊരു വേർഡാണ്, അല്ലെങ്കിൽ സമാനാർത്ഥി ശബ്ദമാണ് എന്ത്? അപ്നെ ആപ് സേ പ്യാർ കർന, സ്വയം സ്നേഹിക്കുക. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് കവി പറയുന്നത്? സ്വയം സ്നേഹിക്കുവാനും ആ സ്നേഹം ആർക്ക് കൊടുക്കാൻ? ഈ ലോകത്തിന് തന്നെ കൊടുക്കുവാനാണ് കവി നമ്മളോട് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ഹെഡിങ് കൂടി കൊടുത്താൽ നല്ലതായിരിക്കും. ഖുദ് സേ പ്യാർ എന്നുള്ളൊരു ഹെഡിങ് തന്നെ നമുക്ക് വേണമെങ്കിൽ കവിതയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. കവിയുടെ പേര്, ആശയം, താഴെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ അഭിപ്രായം, നമ്മൾക്ക് എന്തെങ്കിലും കവിതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതാം. അതുപോലെ കവിതയിലെ ഇഷ്ടപ്പെട്ട വരികൾ സെലക്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ സാഫ് സഫായി മേ അവൽ കാ. സാഫ് സഫായി മേ അവൽ കാ, ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ് ഇത്. ഗാലിബ് കലീം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ലേഖനമാണ് നമ്മൾക്ക് രണ്ടാമതായി പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ലേഖനത്തിൽ കൈകാര്യം ചെയ്തു പോകുന്നത് കൊണ്ട് നമ്മളോട് പ്രധാനമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അല്ലേ. തീർച്ചയായിട്ടും പോസ്റ്റർ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേട് ലഗാവോ പര്യാവരൺ ബച്ചാവോ. എന്താണ് പേട് ലഗാവോ പര്യാവരൺ ബച്ചാവോ? പേട് എന്ന് പറഞ്ഞാൽ മരം അല്ലെങ്കിൽ മരം നടൂ. ആരെ രക്ഷിക്കൂ? പ്രകൃതിയെ സംരക്ഷിക്കൂ, പ്രകൃതിയെ രക്ഷിക്കൂ എന്നതാണ് പോസ്റ്ററിൻ്റെ അർത്ഥം. പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കോട്ട് തീർച്ചയായിട്ടും വെക്കണം. ഈ ഒരു കോട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കോട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പേട് ലഗാവോ പര്യാവരൺ ബച്ചാവോ. പോസ്റ്റർ എപ്പോഴും ആകർഷകമാക്കാൻ ശ്രമിക്കുക. ചിത്രങ്ങൾ വരയ്ക്കുക, ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുക. അതിനുവേണ്ടി കൂടുതൽ സമയം എടുക്കണം എന്നതല്ല പറയുന്നത്. പക്ഷേ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക, ആകർഷകമാക്കാൻ ശ്രദ്ധിക്കുക. ആയി പഠിക്കേണ്ട പാഠം ഗാന്ധിജിക്ക് നമക് കഥ എന്നുള്ളൊരു കഹാനിയാണ്. ഉദയൻ വാജ്പേയി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കഹാനിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു കഹാനിയിൽ നമ്മുടെ 1930 നമക് സത്യാഗ്രഹവുമായി, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കഹാനി നന്നായി വായിച്ച ഒരാൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇൻ ഘടനാവോങ്കോ ക്രംസി ലിഖേ എന്നുള്ളതാണ് ചോദ്യം. താഴെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പറയാണ് അതിനെ ക്രമപ്പെടുത്താൻ. വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു പോവാം. വേ സഭി ലോഗ് രാത് കിസി ഖാവ് മേ കാട്ടെ ഓർ സുബഹ് ഫിർ ചൽപ്പെടുത്തെ. അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിൽക്കുകയും രാവിലെ വീണ്ടും യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസോ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇങ്ങനെ ഗാന്ധിജി മുഴുവൻ ഭാരതത്തെയും ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വഴി തുറന്നു കാണിച്ചു. യാത്രാക്കി ദൗരാൻ ഹസാരോ ലോഗ് ജുട്തേ ഗയെ. വഴിയിലുടനീളം ഒരുപാട് ആൾക്കാർ ഈ ഒരു യാത്രയിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. ഗാന്ധിജി പൈതൽ ദാണ്ഡി കെ സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി കാൽനടയായിട്ട് എവിടേക്ക് പോകാൻ തുടങ്ങി? ദാണ്ഡി സമുദ്രത്തിൻ്റെ തീരത്തേക്ക് യാത്ര ആരംഭിച്ചു. രാസ്തേമേ കൈ ഗാവ് പടെ. വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു.
समुद्र के पानी से नमक बनाकर अंग्रेजों का कानून तोड़ा. സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പ് കുറക്കുകയും ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നിയമത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇതാണ് ഘടനകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്രമപ്പെടുത്തി എഴുതാനാണ്. എന്തായിരിക്കും ശരിക്കുള്ള ക്രമം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ഗാന്ധിജി പൈദൽ दांडी के समुद्र किनारे चल पड़े. सेकेंड वन यात्रा के दौरान हजारों लोग जुड़ते गए. थर्ड वन रास्ते में कई गांव पड़े. फोर्थ वन वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. फिफ्थ वन इस प्रकार गांधी ने समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा. लास्ट वन इस प्रकार गांधी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഇങ്ങനെയായിരിക്കും ശരിയായ ക്രമം. അടുത്തത് ഈ ഒരു പാഠഭാഗത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഗാന്ധിജി ഉപ്പ് കുറുക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ആൻസർ ആ റിപ്പോർട്ടിൽ ഉണ്ടാവണം. കബ് എപ്പോഴാണ് സംഭവിച്ചത്, ഇതിനുള്ള ആൻസറും റിപ്പോർട്ടിൽ ഉണ്ടാവണം. കഹാം എവിടെയാണ് സംഭവിച്ചത്, അതിൻ്റെ ആൻസറും ഉണ്ടാവണം. ക്യോം എന്തിന്, കേസെ എങ്ങനെ, ഇങ്ങനെ 5 ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കണം ആ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തറിയാം, ന്യൂസ് പേപ്പറിന് ഒരു ഹെഡിങ് വേണം. അതുപോലെ തന്നെ ഘടനകൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് വിവരിച്ചിട്ടുള്ളതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണാം. ലിഖ്കർ നഹി ചൽക്കർ രചി ഗയി കഹാനി. ലിഖ്കർ നഹി ചൽക്കർ രചി ഗയി കഹാനി. എഴുതിക്കൊണ്ടല്ല, നടന്നുകൊണ്ട് രചിച്ച കഹാനിയാണ് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നത്. ഇതൊരു ഹെഡിങ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ഥലം ദാണ്ഡി അല്ലേ, ദാണ്ഡി എന്നുള്ളൊരു സ്ഥലം കൊടുക്കുക. ഇനി വിവരം എന്താണ്? ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായിട്ട് എവിടെ എത്തി? ദാണ്ഡിയിൽ എത്തുകയും വഹാം സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോ കാ കാലാ കാനൂൻ തോടാം. അവിടെ സമുദ്രത്തിൽ നിന്ന് ഉപ്പ് കുറുക്കുകയും ബ്രിട്ടീഷുകാരുടെ നിയമത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇസി കാരൺ 6 ഏപ്രിൽ 1930 को एक नई कहानी इतिहास में रची गई. ഇത് കാരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഏപ്രിൽ 6, 1930 പുതിയൊരു കഹാനി ഇതിഹാസത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. समुद्र के पानी से नमक बनाने पर सजा मिलती और अंग्रेज़ों ने नमक पर टैक्स लगाया. ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തിട്ടുള്ളത്? സ്വന്തം രാജ്യത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് ഉപ്പ് വെക്കിയാൽ ഭാരതീയർക്ക് ശിക്ഷ കൊടുക്കുമായിരുന്നു. സസ എന്ന് പറഞ്ഞാൽ ശിക്ഷ. അതുപോലെ തന്നെ ഉപ്പിനെന്ത് ഏർപ്പെടുത്തി? ടാക്സ് ഏർപ്പെടുത്തി. इसके खिलाफ गांधी जी ने अहिंसात्मक दंड से एक नए आंदोलन की शुरुआत की. ഇങ്ങനെ ഇതിനെതിരെയായിട്ട് ഗാന്ധി അഹിംസയുടെ മാർഗത്തിലൂടെ ഒരു പുതിയൊരു ആന്തോളൻ അവിടെ ഉണ്ടാക്കി. रास्ते में हजारों लोग आकर इससे जुड़ते गए. रास्ते के गांव में स्वतंत्रता सेनानियों का बड़ा स्वागत हुआ. यात्रा कल दांडी पहुंची. समुद्र के पानी से खुद नमक बनाकर गांधी ने अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഈ ഒരു യാത്രയിൽ ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ കൂടിച്ചേരുകയും ഗാന്ധിജി ഉപ്പ് കുറുക്കുകയും പിന്നീട് അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പുതിയ മാർഗം ഗാന്ധിജി അതുവഴി തുറന്ന് കാട്ടുകയുമാണ് ചെയ്തത്. ഇതൊരു എക്സാമ്പിളായി എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പത്രവാർത്ത. അടുത്ത ചാപ്റ്റർ ഒരു കവിതയാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. എന്താണ്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആരുടെയാണ്? കിസാൻ്റെയാണ്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ്റെയാണ്. നമുക്ക് തർക്കമൊന്നുമില്ല അല്ലേ? ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആരാണ്? കർഷകരാണെന്നാണ് കവി കേദാർനാഥ് അഗ്രവാൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കവിതയിൽ പ്രധാനമായും പഠിക്കേണ്ടത്, കവിത ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കണം? ആസ്വാദൻ ടിപ്പണി പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി കവി കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹെ. ഈ കവിത കേദാർനാഥ് അഗ്രവാൾ
എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ കവിതയാണ്. ആദ്യം നമ്മൾ ആരെ മെൻഷൻ ചെയ്യണം? കവിയെ മെൻഷൻ ചെയ്യണം. किसान बैलों के कंधों पर हल रखकर मिट्टी को जोतता है, वह मिट्टी में खाद मिलाता है और बीज बोता है. കിസാൻ എന്ത് ചെയ്യുന്നു? കാളയുടെ കഴുത്തിൽ നുകം വെച്ചിട്ട് മണ്ണ് ഉഴുതുമറിക്കുകയും അതിലെന്ത് ചെയ്യുന്നു? മിട്ടിമേ ഗാദ് മിലാത്ത ഹെ, ഗാദ് എന്ന് പറഞ്ഞാൽ വളം ചേർക്കുകയും അവിടെ വിത്ത് വിതക്കുകയും ചെയ്യുന്നു. കിസാൻ വർഷ और धूप में काम करता है, हर नए वर्ष में अपने खून पसीने को एक करके अन्न उपजाता है. കിസാൻ ഏതൊക്കെ സമയത്തിൽ പണിയെടുക്കുന്നുണ്ട്? മഴക്കാലമായാലും വേനൽക്കാലത്തായാലും കിസാൻ ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഭൂമിയിൽ അന്നം വിളയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കിസാൻ മിट्टी का मर्म समझता है, वह धरती के साथ जीता है. കിസാൻ ധർത്തിയോടൊപ്പം ഭൂമിയോടൊപ്പം ജീവിക്കുന്ന ആളാണെന്നാണ് കവി പറയുന്നത്. किसान अपने तन की खाद डालकर अर्थात कठिन परिश्रम करके धरती को जीवित रखता है, वह मिट्टी में सफल रूबी सोने का सपना देखता है. फसल उगा कर ही किसान मिट्टी को जीवित रहता है और स्वयं जीता है. इस प्रकार यह धरती उस किसान की है जो इस पर मेहनत करके अन्न उपजाता है. എന്താണ് നമ്മളോട് പറയുന്നത്? കർഷകൻ മിട്ടിയിൽ ഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന സ്വപ്നം കാണുന്ന ഒരാളാണ്. കഠിന പ്രയത്നത്തിലൂടെ ഭൂമിയിൽ വിളകൾ വിളയിച്ചെടുക്കുകയും സ്വയം ജീവിക്കാൻ ഇതുവഴിയാണ്. അന്നം വിളയിച്ചാൽ മാത്രമേ ആരും കൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ, കർഷകന് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ പരീക്ഷകനായിട്ട് കവി കേദാർനാഥ് അഗ്രവാൾ ആരെയാണ് പറയുന്നത്? കർഷകനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് ഒരേ ഒരു അവകാശി ആരാണ്? കിസാൻ മാത്രമാണ്. രാജാവിനും ദരിദ്രനും ആർക്കും അവകാശമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ അവകാശി കിസാൻ തന്നെയാണ്, കർഷകൻ തന്നെയാണെന്നാണ് കവി പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പ്ലക്കാർഡ് ഉണ്ടാക്കാൻ, അതായത് കിസാനുമായി ബന്ധപ്പെട്ട കർഷകനുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ ഉണ്ടാക്കാൻ ചോദ്യം ചോദിക്കാവുന്നതാണ്. 2 പ്ലക്കാർഡ് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്താണ്? ജീത്താ രഹേ കിസാൻ, കിസാൻ എന്നും ജയിക്കട്ടെ. കിസാൻ ഹേ തോ ഹം ഹേ, കിസാൻ ഉണ്ടെങ്കിൽ മാത്രമേ, കർഷകരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെ 4 ചാപ്റ്ററിലുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി എക്സാം എഴുതുക. പോസ്റ്ററൊക്കെ ആകർഷകമാക്കാൻ നമ്മൾ എന്തുകൂടി കൊണ്ടുപോകണം? കളർ പെൻസിലും കൂടി എക്സാം ടൈമിന് കൊണ്ടുപോവാം. നന്നായി എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.